പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. അഭിഷേകാന്ത വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെല്ലാവരെയും കാത്തുകൊള്ളട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എനിക്ക് നിങ്ങളോട് ഇങ്ങനെ തിരുഹൃദയത്തിന് പരിശുദ്ധ ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് ആ തിരുഹൃദയത്തിന് നന്മകൾ ഉണ്ടാകാൻ അനുഗ്രഹിക്കാൻ ആശംസിക്കാൻ എനിക്ക് വലിയ സന്തോഷമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബഹുമാനപ്പെട്ട സേവർഗ വട്ടാലിച്ചൻ്റെ കയ്യിൽ ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആശംസകളും എല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അച്ഛൻ്റെ ഒരു ആത്മീയ കൂട്ടായ്മയിലാണ് നമ്മൾ ശുശ്രൂഷ സംബന്ധിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവത്തിൻ്റെ ജ്ഞാനം നിറയപ്പെടാനുള്ളൊരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥനകൾ ആരംഭിച്ചു. വലിയ ജ്ഞാനത്തിൻ്റെ കൃപ കർത്താവ് നമുക്ക് തരും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്കിങ്ങനെ ഏറ്റുചൊല്ലി നല്ല സന്തോഷത്തോടെ ഹൃദയത്തുറവിയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ അങ്ങയെ വേദനിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ കരയിപ്പിക്കുകയോ നിർവീര്യമാക്കുകയോ ചെയ്ത എല്ലാ സംഭവങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇഷ്ടത്തോടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, ഒരു സന്തത സഹചാരിയായി ഞങ്ങളെ വഴി നടത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വലിയ കൊടുങ്കാറ്റിന്റെ ആരവത്തോടെ പെന്തക്കോസ്ത നാളിൽ എന്നതുപോലെ ആത്മാവ് നമ്മുടെ മേൽ ആവസിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ആരാധന
ആരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ സന്തോഷത്തോടെ കൈകൾ അടിച്ച് കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ ഭൂമിയിളകും അഭിഷേക ശക്തിയാ ഭൂമിയിളകും അഭിഷേക ശക്തിയാ ൂഹായേ വേഗം ആഗതമാകണമേ പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ ഇന്ന് അഭിഷേക തീക്കാഞ്ഞു വീശട്ടെ ഇത് പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ ഇന്ന് അഭിഷേക തീക്കാഞ്ഞു വീശട്ടെ പുതുശക്തിയാൽ പുത്തനുണർവാൽ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ പുതുശക്തിയാൽ പുത്തനുണർവാൽ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ജ്ഞാനത്തിന്റെ കൃപയായി ഞങ്ങളെ വന്ന് നിറയണമേ, വിവേകമായി ഞങ്ങളെ വന്ന് നിറയണമേ, ദൈവഭയമായി വന്ന് നിറയണമേ, ദൈവഭക്തിയായി വന്ന് നിറയണമേ, ബുദ്ധിയായി ആലോചനയായി വന്ന് നിറയണമേ, വിവേകമായി എളിമയായി ഞങ്ങളെ വന്ന് നിറയണമേ. സ്നേഹം നിറയട്ടെ, ആനന്ദം നിറയട്ടെ, ക്ഷമ നിറയട്ടെ, ആത്മസംയമനം നിറയട്ടെ, ജ്ഞാനത്തിന്റെ വരം, അറിവിന്റെ വരം, ഭാഷാവരം, വ്യാഖ്യാനവരം, അത്ഭുത പ്രവർത്തനവരം, പ്രവചനവരം, യോഗശാന്തി വരം, ആത്മാക്കളിൽ വിവേചിച്ചറിയാനുള്ള വരം. ഓ പരിശുദ്ധാത്മാവേ, വരങ്ങളും കൃപകളും ദാനങ്ങളും ഈ സമൂഹത്തിൽ ജ്വലിപ്പിക്കണമേ. അഭിഷേകത്തിൻ നീർച്ചാലൊഴുക്കിടുക വചനാഭിഷേകം വ്യാപരിക്കുന്നത് മുളയ്ക്കാൻ ഹൃദയമൊരുക്കിടുക ദൈവശക്തിയാ വരങ്ങളും ദൈവ സ്വഭാവമാ ഫലങ്ങളും ദൈവശക്തിയാ വരങ്ങളും ദൈവ സ്വഭാവമാ ഫലങ്ങളും ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ കൈകൾ ഉയർത്തി വലിയ സന്തോഷത്തോടെ ഇത് പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ ഇന്ന് അഭിഷേക തീക്കാഞ്ഞു വീശട്ടെ ഇത് പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ ഇന്ന് അഭിഷേക തീക്കാഞ്ഞു വീശട്ടെ പുതുശക്തിയാൽ പുത്തനുണർവാൽ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ പുതുശക്തിയാൽ പുത്തനുണർവാൽ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ ഓ പ്രിയ പരിശുദ്ധാത്മാവേ, 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 ഓ പ്രിയ പരിശുദ്ധാത്മാവേ. ഓരോ ഹൃദയങ്ങളും പ്രാർത്ഥിക്കുന്നു, ഓരോ കുടുംബവും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവെ വന്ന് നിറയണമേ, ഐക്യത്തിന്റെ ആത്മാവായി നിറയണമേ, പരിശുദ്ധാത്മാവ് സ്നേഹത്തിന്റെ ആത്മാവായി നിറയണമേ, വലിയ കൂട്ടായ്മയുടെ ആത്മാവായി വന്ന് നിറയണമേ പരിശുദ്ധാത്മാവ്. ഹല 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 ഹല. ഓ കർത്താവേ, ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ക്രമങ്ങളും വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും വർഷിക്കണമേ. ഹല ഹല ഹല. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ദാഹിക്കുന്നു പരിശുദ്ധാത്മാവേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവിന്റെ സന്നിധിയിൽ വളരെ സ്വസ്ഥമായി സന്തോഷമായി നമുക്ക് ഇരിക്കാം. Praise the Lord. Praise the Lord. കുട്ടികളൊക്കെ ബൈബിളും നോട്ട്ബുക്കും ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ കാണുകയാണ്. ചില കുട്ടികളല്ല, ചില മുതിർന്നവരടക്കം
വരുമ്പോൾ ശരിക്കും അഭിഷേകം നേരിൽ ഓരോ എപ്പിസോഡും മുഴുവൻ വചനങ്ങളൊക്കെ എഴുതിയത് കണ്ടൊരു ആശീർവാദം മേടിക്കാനൊക്കെ വരുന്നത് ഞാൻ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവക പട്ടാലച്ചൻ്റെ പൈതൃകമായ ആശീർവാദത്തോടും അതുപോലെ തന്നെ ഉപദേശത്തോടും നിർദ്ദേശങ്ങളോടും കൂടിയാണ് ഓരോ എപ്പിസോഡുകളും കർത്താവിൻ്റെ കരുണയാൽ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അച്ഛൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഓരോ എപ്പിസോഡുകളും ഒരുപാട് വളർച്ചയുടെ വിഷയങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ നാളുകളിൽ ഓരോ എപ്പിസോഡുകളും ശരിക്കും ജീവിതത്തിൽ വളരെ പ്രാക്ടിക്കലാക്കേണ്ട കാര്യങ്ങളാണ്. പ്രിയമുള്ള എങ്ങനെ കൃപയിൽ വളരാം, ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അസ്വസ്ഥതയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ഓരോ ദിവസവും ചെയ്ത് പോകേണ്ട കാര്യങ്ങൾ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനുള്ള മെച്ചങ്ങൾ. അപ്പോൾ പ്രാക്ടിക്കൽ ആക്കാത്തതൊന്നും ജീവിതത്തിൽ നിലനിൽക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. അതിതാണ് ജ്ഞാനം നിറയാനുള്ള വഴികൾ. ഇന്നത്തെ വിഷയം അതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കഴിഞ്ഞ എപ്പിസോഡ് ഒന്ന് കാണുന്നത് നല്ലതാണ്. അവിടെ ജ്ഞാനം നിറഞ്ഞാൽ ഉണ്ടാകുന്ന നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര ആഗ്രഹം തോന്നും ജ്ഞാനത്തോട്. അത് ആ ജ്ഞാനത്തിൻ്റെ മെച്ചങ്ങളെക്കുറിച്ചാണ് കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഉറപ്പ് തരികയാണ് ഒരു കാര്യം. അത് പ്രഭാഷകന്റെ പുസ്തകത്തിലാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അതിന് 32-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 6 വേഴ്സ് 32. മകനെ മനസ്സു വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം, ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു വചനമാണ്. ചിലപ്പോൾ കാരണവന്മാര് മാതാക്കന്മാര് കുട്ടികളോട് പറയും, അല്ലെങ്കിൽ മനസ്സ് വെച്ചാൽ കൊച്ചെ നിനക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ചിലപ്പോൾ അച്ഛന്മാരൊക്കെ കാണുമ്പോൾ, ചില മുതിർന്നവരെ കാണുമ്പോൾ ഈ കൊച്ചുണ്ടല്ലോ ഉത്സാഹിച്ചാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ എന്ത് ചെയ്താൽ ഉത്സാഹിക്കുക. മനസ്സ് വെച്ചാലുണ്ടല്ലോ ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതി, ഈ കൊച്ചിന് തലയിൽ കയറും, പക്ഷെ മനസ്സ് വെക്കുക എന്ത് ചെയ്യുമെന്ന് പറയാം. എന്ന് പറയുന്നത് പോലെ പ്രഭാഷകൻ നമ്മളോട് പറയുകയാണ്, അല്ലയോ മകനെ, അല്ലയോ മകളെ, നീ ഒന്ന് മനസ്സ് വെച്ചാൽ, നീ ഒന്ന് ഉത്സാഹിച്ചാൽ, അത് വളരെ പ്രധാനപ്പെട്ട, ജ്ഞാനിയാകാം, നിനക്ക് സമർത്ഥനാകാം. അതാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കേട്ടത്. ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സമർത്ഥനായിട്ട് മാറും. നമ്മൾ വചനം പ്രഘോഷിക്കുമ്പോൾ അതിനകത്തൊരു ദൈവകൃപ വരും. നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ അതിനകത്തൊരു സാമർത്ഥ്യം വരും. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അതിനകത്തൊരു മികവ് വരും. നമ്മളൊരു കാര്യം കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു അനോയിന്റിങ് വരും. അതാണ് ജ്ഞാനം നിറഞ്ഞാൽ നിനക്ക് എല്ലാ കാര്യത്തിനും സമർത്ഥനാകാൻ പറ്റും. അപ്പോൾ പറയാണ്, മകനെ നമുക്ക് പറ്റും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 6 വേഴ്സ് 12. വീണ്ടും ഇതുപോലെ വചനൊരു കാര്യം നമ്മൾ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. തേജസ്സുറ്റതാണ് ജ്ഞാനം, അത് മങ്ങിപ്പോവുകയില്ല. എന്നിട്ട് പറയാണ്, ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു, അവളെ തേടുന്നവർ കണ്ടെത്തുന്നു. അപ്പോൾ നമ്മൾ ജ്ഞാനം നിറഞ്ഞാൽ അതങ്ങ് മങ്ങിപ്പോവുകയല്ല. ജ്ഞാനത്തോട് വലിയൊരു സ്നേഹം, ജ്ഞാനം നിറയപ്പെടാൻ ഒരു പ്രാർത്ഥന, ജ്ഞാനം നിറയപ്പെടാൻ ഒരു ആഗ്രഹം, അങ്ങനെ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ജ്ഞാനത്തെ നമ്മൾ തിരിച്ചറിയുമെന്ന് മാത്രമല്ല, ജ്ഞാനം ആരാണോ തേടുന്നതിക്കൊണ്ടിരിക്കുന്നത് അവരെ വേഗം തന്നെ ജ്ഞാനം തന്നെ പോയി കണ്ടുപിടിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉദാഹരണം പറയാം, നമ്മളൊരു നഷ്ടപ്പെട്ട സാധനം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതെവിടെയോ നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ആര് ചെയ്യണം? നമ്മൾ തന്നെ തെരഞ്ഞ് കണ്ടുപിടിക്കണം. ആ സാധനത്തിന്, നഷ്ടപ്പെട്ട സാധനത്തിന് ജീവൻ ഇല്ലാത്തതുകൊണ്ട് അതെന്ത് അതവിടെ കിടക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ ജ്ഞാനം പറയാണ്, ആരെങ്കിലും തിരയുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേഗം തന്നെ ഈ ജ്ഞാനം, ഇതാ ഞാനിവിടെ എന്നെയാണ് അന്വേഷിക്കുന്നത്, ഇതാ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. അപ്പൊ ആരെങ്കിലും ജ്ഞാനം നിറയപ്പെടാൻ ആഗ്രഹിച്ചാൽ, ആരെങ്കിലും ജ്ഞാനത്തോടൊരു സ്നേഹം തോന്നിയാൽ, ആരെങ്കിലും ജ്ഞാനം നിറയപ്പെടാൻ ഒരു പരിശ്രമം നടത്തുന്നത് കണ്ടാൽ ഉടനെ തന്നെ ഞാൻ വേഗം തിടുക്കം കൂട്ടുക. നമ്മൾ പറയും, മോനെ അധികം തിടുക്കം കൂട്ടണ്ട. പക്ഷെ ഞാൻ വേഗം തിടുക്കം കൂട്ടുക, ഇതാ ഞാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ ജ്ഞാനം നിറയപ്പെടാനുള്ള ഒരുപാട് മാർഗങ്ങൾ ബൈബിളിലുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, അതിൽ ചിലത് കർത്താവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്.
വാസ്തവത്തിൽ ശരിക്കും പറഞ്ഞ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ തന്നെയാണ് ശരിക്കും ജ്ഞാനം. അത് വലിയൊരു വെളിപ്പെടുത്തലാണ്. അത് മറ്റൊരു സമയത്ത് കർത്താവ് തരും. എൻ്റെ സഹോദരൻ, ജ്ഞാനം നിറയപ്പെടാനുള്ള ഏറ്റവും എളുപ്പം ഒരു മാർഗമുണ്ട്, ഏറ്റവും സിമ്പിൾ മാർഗം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കുറുക്ക് വഴികൾ എളുപ്പ വഴികൾ നോക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും സിമ്പിളായിട്ട് ജ്ഞാനം കിട്ടാൻ മാർഗം എന്താണെന്നറിയാവോ? വളരെ സിമ്പിളാണ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 14-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 6 വേഴ്സ് 14, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും, അവൾ വാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജ്ഞാനം നിറയപ്പെടാനുള്ള ഏറ്റവും എളുപ്പ മാർഗം എന്ന് അറിയോ? രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വലിയ പ്രയാസമൊന്നും കൂടാതെ പെട്ടെന്ന് ജ്ഞാനം വന്നെന്നറിയും. കാരണം എന്താ? ആരാണോ വെളുപ്പിനെ എഴുന്നേറ്റുന്നത് തന്നെ തേടുന്നത് അവർക്ക് വെളിപ്പെടാൻ ജ്ഞാനം, അവൾ എന്ന് പറഞ്ഞ ജ്ഞാനമാണ്. ജ്ഞാനം വാതിൽക്ക് തന്നെ കാത്തിരിക്കുക. നിങ്ങൾ എന്ത് ചോദിക്കേ? അതായത് നമ്മൾ വാതിൽ തുറക്കുന്നു നോക്കി ഒരാൾ കാത്തിരിക്കുക എന്ന് പറയുന്നത് പോലെ എന്ന് പറയാ, പ്രയാസം കൂടാതെ കണ്ടുമുട്ടും. ബാക്കി ഇച്ചിരി പ്രയാസമുണ്ട്, ഇത് സിമ്പിളായിട്ട് പ്രയാസം കൂടാതെ കണ്ടുമുട്ടും. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, ഈ രാവിലെ എഴുന്നേക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന തന്നെ ജ്ഞാനം വന്ന് നിറയും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള അനുഭവങ്ങളുണ്ട് എൻ്റെ സഹോദരങ്ങളെ. അതായത് വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരു എപ്പിസോഡ് ഞാൻ പറഞ്ഞു, പ്രഭാതത്തിനോടൊന്ന് പ്രാർത്ഥിക്കുക. വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മൾ ജ്ഞാനം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, അതായത് ഇത് എങ്ങനെ സോൾവ് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അനേകം കാര്യങ്ങളുടെ ആ പ്രശ്നങ്ങളെ ചുരുളഴിഞ്ഞ് സിമ്പിളായിട്ട് കർത്താവിൻ്റെ അനുഭവം കാര്യങ്ങൾ പറഞ്ഞു തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് ചോദിക്കണം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിലെ വചനം സാധാരണ കുട്ടികളൊക്കെ പരീക്ഷയോടൊക്കെ അനുബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ്. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 5, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. നിങ്ങൾ ജ്ഞാനം കൊള്ളാൻ ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം തരും, സംശയം വേണ്ട, തരും. ദൈവം പറയാണ് ജ്ഞാനം തരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജ്ഞാനം നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വചനം പറയുന്ന സഹനം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അത് പറയുന്നത്. എനിവേ ദൈവം ജ്ഞാനം തരും എന്ന് കർത്താവ് വെളിപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഏറ്റവും എളുപ്പമാർഗം ജ്ഞാനം വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, ജ്ഞാനം ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് കിട്ടും. ബൈബിൾ ജ്ഞാനം നിറയപ്പെടാൻ നമുക്ക് നൽകുന്ന 2-ാമത്തെ ഒരു മാർഗം അത് നമുക്ക് മനസ്സിലാകുന്നത് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 6 വേഴ്സ് 11, എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. അതിന് വെളിപ്പെടുത്താണ്, എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് അഭിനിവേശമൊക്കെ എന്താ തോന്നുന്നത്? എന്തിനാണ് തോന്നുന്നത്? ഉദാഹരണം പറഞ്ഞാൽ ഒരു ഭക്ഷണം പദാർത്ഥം കാണുമ്പോൾ ചിലപ്പോൾ അത് ഒരു അഭിനിവേശം തോന്നും. ചില എർജുകളുണ്ട്, നമ്മുടെ ശരീരത്തിൽ ചില ആസക്തികളുണ്ട്, മദ്യപിക്കാനുള്ള ഒരു അഭിനിവേശം, ഒരു അഭിലാഷം എന്ന് പറയുന്നത് പോലെ വചനം വായിക്കാനും പഠിക്കാനുമുള്ള ഒരു അഭിനിവേശം, ഒരു അഭിലേഷം നിങ്ങൾക്ക് തുടങ്ങിയാൽ, അങ്ങനെ വചനം ഇങ്ങനെ വായിക്കണം, അരമണിക്കൂർ പോരാ, സമയം വീണ്ടും കൂട്ടണം, ഒറ്റയ്ക്ക് വായിക്കണം, മണിക്കൂർ വചനം വായിക്കണം, അങ്ങനെ വചനത്തോടൊരു അഭിലാഷം അഭിനിവേശവും നിറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ വന്ന് നിറയും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഞാൻ ഓർക്കാണ് ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ വലിയൊരു ഗിഫ്റ്റാണ്. അച്ഛൻ ഒരു ജ്ഞാനത്തിന്റെ ഗിഫ്റ്റാണ് അച്ഛനിലുള്ളത്. എനിക്ക് അച്ഛനെ വളരെ അടുത്തറിയാവുന്നതുകൊണ്ട് അറിയാം. കാരണം അച്ഛൻ്റെ വചനം ഒരുപാട് ഉള്ളിലുള്ളത് കൊണ്ട് അച്ഛൻ പറയുന്ന കാര്യം ഒരു ജ്ഞാനമായിരിക്കും. എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. Praise the Lord. Praise the Lord. ഇതേ കാര്യം തന്നെ പ്രഭാഷകന്റെ പുസ്തകം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 6 വേഴ്സ് 37, കർത്താവിൻ്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക, അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക, അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച തരുന്നത്. അടുത്ത കാര്യം, നിന്റെ ജ്ഞാന തൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും. അപ്പം ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള നിന്റെ ആഗ്രഹം ഉണ്ടല്ലോ, ജ്ഞാനം നിറയുള്ളതിൻ്റെ ആഗ്രഹം ഉണ്ടല്ലോ, അതിനൊരു ശമനം വരും. ഉദാഹരണം പറഞ്ഞാൽ വെള്ളം കുടിക്കണം എന്നുള്ള ഒരാഗ്രഹം,
ഇത് ഭയങ്കര ദാഹിച്ച് പൊരിഞ്ഞിരിക്കുക. അതിന് ശമനം വരുന്നത് എപ്പോഴാ? വെള്ളം കുടിച്ച് കഴിയുമ്പോഴാണ് ഇതിന് ശമനം വരുന്നത് എന്ന് പറയുന്നത് പോലെ ജ്ഞാനത്തോടുള്ള നിന്റെ അഭിനിവേശം അത് കർത്താവ് ശമിപ്പിക്കും. എങ്ങനെയാ? വചനം വായിക്കാൻ വേണ്ടി തുടങ്ങിയ. Praise the Lord. മനസ്സിൽ ഓരോന്ന് പതിയണം. ഒന്നാമത്തെ മാർഗം എന്താണ്? പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച പെട്ടെന്ന് ജ്ഞാനെന്നറിയും. രണ്ടാമത്തെ മാർഗം ഇതാണ്, വചനം വായിക്കാൻ ഒരു അഭിനിവേശം തോന്നണം. അത് വേറെ ആരെങ്കിലും വായിക്കാൻ നമ്മൾ കേട്ടിരുന്നാൽ പോരാ, നമ്മളിരുന്ന് വായിക്കണം. ഇനി ഉദാഹരണം പറഞ്ഞാൽ പിന്നെ കണ്ണറിയാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മറ്റൊരാൾ വായിക്കുന്നത് ഓഡിയോ കേൾക്കുന്നത് അത് കുഴപ്പമുണ്ടാവില്ല. എന്നാലും പറ്റുമെങ്കിൽ നമ്മൾ തന്നെ ഇരുന്ന് ഇങ്ങനെ വായിക്കണം. ജ്ഞാനത്തിൻ്റെ കൃപ കൊണ്ട് നമ്മൾ അങ്ങോട്ട് നിറയും. ജ്ഞാനം നിറയപ്പെടാൻ ബൈബിൾ നൽകുന്ന അടുത്തൊരു മാർഗമുണ്ട്. അത് നമ്മൾ വായിക്കുന്ന പ്രഭാഷകന്റെ പുസ്തകത്തിൽ തന്നെ 6-ാമത്തെ അധ്യായത്തിൽ 36-ാമത്തെ വാക്യമാണ്. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 6:36. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ആത്മ വെളിപ്പെടുത്താണ്, ഒരു വ്യക്തിയിൽ ദൈവിക ജ്ഞാനം കുടികൊള്ളുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നീ ആ ജ്ഞാനിയെ സന്ദർശിക്കണം. ആ ജ്ഞാനി പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. ജ്ഞാനിയുടെ അടുത്ത് പോയി ഇരിക്കണം. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ധ്യാന ശുശ്രൂഷകളിലൊക്കെ സംബന്ധിക്കുമ്പോൾ അല്ലേ, ഒരുപാട് വചന ശുശ്രൂഷകളിലൊക്കെ സംബന്ധിക്കുമ്പോൾ വലിയ ദൈവത്തിൻ്റെ ജ്ഞാനമുള്ളവർ സംസാരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് തന്നെ ജ്ഞാനം വന്ന് നിറയുകയാണ്. അപ്പം ജ്ഞാനിയെ സന്ദർശിക്കണം. ധ്യാനങ്ങൾക്ക് പോകുക എന്നുള്ള മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ദൈവിക ജ്ഞാനമുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മളിലേക്ക് ജ്ഞാനം വന്ന് നിറയോ. ഓ, അങ്ങനെയാണല്ലേ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കാനുള്ള കൃപ കർത്താവിന്റെ ആത്മാവ് തരും. നിയമാവർത്തന പുസ്തകത്തിൽ 34-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 34:9. നൂനിന്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. എന്തെന്നാൽ മോശ അവന്റെ മേൽ കൈകൾ വെച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, വളരെ സിമ്പിൾ ആയിട്ട് പറയാണ്, അതായത് എന്തുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ ജോഷ പൂരിതനാകാൻ കാരണം മോശയുടെ അടുത്ത് ഒരുപാട് പോയിരിക്കും. ആ മോശ പറയുന്ന കാര്യങ്ങൾ കേൾക്കും. എന്ന് മാത്രമല്ല, മോശയുടെ ഉപദേശങ്ങൾക്ക് മാത്രമല്ല, മോശയിൽ നിന്നൊരു കൈവപ്പ് പ്രാർത്ഥനയും പഠിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് 3-ാമത്തെ മാർഗമാണ്, ജ്ഞാനിയെ സന്ദർശിക്കുക, ജ്ഞാനിയുമായി സംസാരിക്കുക, അവന്റെ പ്രബോധനങ്ങൾ കേൾക്കുക. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനം നിറയാൻ അടുത്ത മാർഗം ബൈബിൾ പഠിപ്പിക്കുന്നത് അത് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 7:27. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്, മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവ്വവും നവീകരിക്കുന്നു, ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു, അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന്റെ വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയാൽ, ശരീരത്തിന്റെ ഹോളിനെസ്, പരിശുദ്ധി, ഒരു വിശുദ്ധ ജീവിതം, കുടുംബജീവിതത്തിൽ നല്ല ദാമ്പത്യ വിശ്വസ്തത, സമർപ്പിത ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടി മറ്റെല്ലാം ഉപേക്ഷിക്കുന്ന അതുപോലെ ഒരു ബ്രഹ്മചര്യത്തിന്റെ അല്ലെ കന്യാത്വത്തിന്റെ കൃപ, അങ്ങനെ ഈ ശരീരത്തിൽ വിശുദ്ധി പാലിക്കാൻ തുടങ്ങിയാൽ എൻ്റെ സഹോദരങ്ങളെ, വചനം വെളിപ്പെടുത്താണ്, ആരാണോ വിശുദ്ധി പാലിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ജ്ഞാനം തന്നെ വന്ന് നിറയും. റോമാ ലേഖനത്തിൽ പഠിപ്പിക്കുന്ന വചനം നമുക്കറിയാം, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങൾ യഥാർത്ഥമായ ആരാധന. അപ്പോൾ നല്ലതും പ്രീതിജനകവുമായത് ഏതാണെന്ന് വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അപ്പൊ വിവേചിച്ചറിയാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാ? ജ്ഞാനം വരുമ്പോഴാണ് വിവേചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് ശരീരത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ, തഴക്ക ദോഷങ്ങളിൽ നിന്ന്, ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ മദ്യപാനം, സ്വയംഭോഗം, സ്വവർഗഭോഗം, വ്യഭിചാരം, ഇതുപോലെ ജഡത്തിന്റെ ദുരാശകൾ, അടിമത്തങ്ങൾ, അതിൽ നിന്ന് വിട്ടുനിന്നാൽ തന്നെ ദൈവത്തിന്റെ ജ്ഞാനം നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് നിറയും. 5-ാമത്തെ മാർഗം, ഓരോന്നോരോന്ന് ഓർമ്മയിൽ വെക്കണം. 5-ാമത്തെ മാർഗമാണ്, കർത്താവിനെ ഭയപ്പെടാൻ തുടങ്ങിയാൽ തന്നെ ജ്ഞാനം വന്ന് നിറയും. മിക്കായുടെ പുസ്തകത്തിൽ അതിന് വചനം ഒരു സൂചന നൽകുന്നുണ്ട്. മിക്കായുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് മിക്ക ചാപ്റ്റർ 6:9. അവിടുത്തെ നാമത്തെ ഭയപ്പെടുകയാണ് യഥാർത്ഥ ജ്ഞാനം. അപ്പൊ നമ്മുടെ ഉള്ളിൽ ദൈവഭയം, ദൈവത്തോടുള്ള ഭയം എന്ന് പറഞ്ഞ പേടിയല്ല, പിന്നെയോ ബഹുമാനം, ആദരവ്, അങ്ങനെ ദൈവിക കാര്യങ്ങളോടുള്ള ഒരു ഭയം, ദൈവഭയം വന്നാൽ തന്നെ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയും. 6-ാമത്തെ മാർഗം വളരെ നമ്മളെല്ലാവരുടെ ജീവിതത്തിൽ ഉള്ള ഒരു സംഗതിയാണ്.
111 സങ്കീർത്തനത്തിൽ 10 തിരുവചനം വചനം വെളിപ്പെടുത്തുകയാണ്, ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം, അത് പരിശീലിക്കുന്നവർ വിവേകികളാകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവഭക്തി, ദൈവത്തോടുള്ള ആദരവ്, ദൈവഭക്തി, പ്രാർത്ഥന, അങ്ങനെ ദൈവഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എൻ്റെ തന്നെ ജ്ഞാനം വന്ന് നിറയും. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 15 അധ്യായത്തിന് 33 വാക്യം, ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജോബിന്റെ പുസ്തകം 28 അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു, ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകത്തിൽ 1:16, കർത്താവിനുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണ്ണതയാണ്, അവൾ തന്റെ സത്ഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ എൻ്റെ സഹോദരങ്ങളെ, അതായത് ബൈബിൾ ഒരു ദൈവഭക്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. കാരണം ദൈവഭക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഭക്തി, ദൈവത്തോട് ഭക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ, ദൈവഭക്തി എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സ്നേഹവും ആദരവും ബഹുമാനം, അതൊരു അർത്ഥത്തെ അല്ല. പ്രാർത്ഥന ഇല്ലാതെ ജീവിക്കാൻ പറ്റുകയല്ല, അല്ലേ? നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ ചെറുപ്പകാലം നമ്മൾ ദൈവഭക്തി പരിശീലിപ്പിക്കുക. വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലല്, അല്ലെങ്കിൽ കുമ്പസാരം, അങ്ങനെ എല്ലാ ദൈവഭക്തിയും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അത് തുടങ്ങിയാൽ എൻ്റെ സഹോദരങ്ങളെ ജ്ഞാനം വന്നതറിയും, എല്ലാത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, ഏത് വചനം കേട്ടാലും പിശാച് അത് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ പറയാം, ചിലപ്പോൾ 24 മണിക്കൂറുള്ള വേഗം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ നിലനിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹമുള്ളവർ ഒന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, ഒരു ശീലമാക്കുക. രണ്ടാമത്തെ കാര്യം, വചനം ധാരാളം വായിക്കുക, തന്നെ ജ്ഞാനം വന്നതറിയും. മൂന്നാമത്തെ കാര്യമാണ്, ജ്ഞാനിയായി ഒരുവനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോകണം, കാണണം, സംസാരിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ വചന ശുശ്രൂഷകൾ സംബന്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ കാര്യമാണ്, ശരീരത്തിന്റെ വിശുദ്ധി നല്ല കൃപയിൽ അങ്ങോട്ട് സൂക്ഷിക്കുക. 5-ാമത്തെ മാർഗ്ഗമാണ് കർത്താവിനെ ഭയപ്പെടുക. 6-ാമത്തെ മാർഗ്ഗമാണ് ദൈവഭക്തി പരിശീലിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയ ജ്ഞാനത്തിന്റെ കൃപയ്ക്ക് വേണ്ടി ഉറവ ഈ ആരാധന സമയത്ത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവ് ഒഴുക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ മുൻപിൽ ജ്ഞാനത്തിന് വേണ്ടിയുള്ള വലിയൊരു അഭിനിവേശത്തോടെ നമുക്കായിരിക്കാം. ജ്ഞാനം നിറയപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കും. കേട്ട വചനങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടുത്തെ ജ്ഞാനത്തിൻ്റെ ചൈതന്യം ഞങ്ങളുടെ മേൽ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തക്കവിധം, വെളുപ്പിനെ എഴുന്നേറ്റ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്കവിധം ഒരു കൃപ ഈ സമൂഹത്തിൽ ഇപ്പോൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനം വായിക്കാൻ, വചനം പഠിക്കാൻ കർത്താവ് വലിയ ദാഹം കൊടുക്കണമേ. കർത്താവേ, വചനം നിറയും തോറും ജ്ഞാനം നിറയുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓ ദൈവമേ, ഈ ശരീരത്തെ വിശുദ്ധിയിൽ കാത്ത് സൂക്ഷിച്ച് ജ്ഞാനത്തിന്റെ വാസസ്ഥലമായി ഞങ്ങൾ രൂപാന്തരപ്പെടാൻ അവിടുന്ന് ഇപ്പോൾ കരുണ കാണിക്കണമേ. വിശുദ്ധിയുടെ വലിയ അഭിഷേകം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ദൈവഭയം നിറയട്ടെ, ദൈവഭക്തി നിറയട്ടെ, അതുവഴി ജ്ഞാനത്തിന്റെ ആത്മാവിന്റെ ഉറമ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് പുറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഓ കർത്താവേ, ജ്ഞാനിയായ വ്യക്തികളെ സന്ദർശിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ജ്ഞാനം നിറയുമെന്നുള്ള ബോധ്യത്തോടു കൂടി ശുശ്രൂഷ സംബന്ധിച്ച് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ